ഹായ് ഹലോ, ഇറ്റ്സ് മീ ഷഹന. വെൽക്കം ടു മൈ ഹോം ടൂർ. നമ്മൾ താമസിക്കുന്നത് ക്യുസൈസിലെ വാസൽ വില്ലേജിലാണ് കേട്ടോ. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം നമ്മൾ താമസിക്കുന്നത് 1 BHK ഫ്ലാറ്റിലാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 750-800 സ്ക്വയർ ഫീറ്റിനകത്തുള്ള ഒരു ഫ്ലാറ്റാണ്. 1 BHK ആണ്. അപ്പം കയറി വരുമ്പം ആദ്യമായിട്ട് കാണുന്നത് ഈ ഏരിയ ആണ്. ഈ ഏരിയയിൽ ഫസ്റ്റ് ഇവിടുത്തെ കറണ്ടിൻ്റെ, ഇലക്ട്രിസിറ്റി, പിന്നെ വാട്ടറിൻ്റെയും പിന്നെ റൂംസിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നെ ഈ ഒരു എന്താ ക്യാബിനറ്റ് പോലെ ഉണ്ട്. പിന്നെ ഇപ്പുറത്താണ് ഇവിടുത്തെ വൈഫൈയും, അതായത് ഡു എത്തിസലാത്ത് എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയണത്. ഈ ഒരു ഏരിയയിൽ ഉള്ളത് മുഴുവനും ഫ്രിഡ്ജ് മാഗ്നറ്റ് കേട്ടോ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ക്ലേ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഫിറ്റ് ചെയ്തതാണ്. ഇവിടെയൊക്കെ ഡെക്കോറായിട്ട് വെറുതെ ചെയ്തതാണ്. പിന്നെ ഇപ്പുറത്തെ വോളിൽ നമ്മളൊരു ഡെക്കോറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രെയിം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 3Dയുടെ ഒരു പെയിൻറ്റിങ് ആണത്. പിന്നെ ഈ ഒരു പിന്നെന്താ എമർജൻസി ഉള്ള സമയത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെലിഫോണിൻ്റെ ഒരു ചെറിയൊരു ഇതെല്ലാ ഫ്ലാറ്റ്സിലും അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇവിടെ. പിന്നെ മുന്നോട്ട് വരുമ്പം ഇവിടെ ഒരു നമ്മൾ ഷൂസൊക്കെ വെക്കുന്ന ഒരു റാക്ക് ഉണ്ട്. ചെറിയൊരു റാക്കാണ്. പിന്നെ മുന്നോട്ട് വരുന്ന സമയത്ത് ഈ സ്ഥലത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഉള്ളത്. ഡൈനിങ് ഏരിയ നമ്മൾ പൊതുവെ എങ്ങനെ യൂസ് ചെയ്യാറില്ല. ഫാമിലിയോ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും വിസിറ്റേഴ്സ് വരുമ്പോൾ മാത്രമേ നമ്മൾ ഡൈനിങ് യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ സോഫയിൽ ഇരുന്നായിരിക്കും കഴിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. പിന്നെ നോർമലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഇവിടെ വെള്ളം വെക്കും. പിന്നെ ഒരു റൂം ഫ്രഷ്നറും പിന്നെ അത്യാവശ്യം വേണ്ടിയ മെഡിസിൻസോ അങ്ങനത്തെ സാധനങ്ങൾ വെക്കുന്ന ഒരു ട്രേ മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ഒരു ഏരിയയിൽ കുറച്ച് വാൾ പെയിൻറ്റിങ്സ് ആണുള്ളത്. അത് ഞാൻ ക്യാൻവാസിൽ ചെയ്തതാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവരും പറഞ്ഞ ഒരു പെയിൻറ്റിംഗ് ആണിത്. അത് ഞാൻ ക്യാൻവാസിൽ അക്രിലിക് പെയിൻറ് കൊണ്ട് ചെയ്തതാണ്. അതാണ് ഈ ഒരു ഏരിയയിൽ നമുക്കുള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വോളിൽ ഇത് ഗ്യാസിൻ്റെ സ്വിച്ചാണ്. പിന്നീട് ഈ വോള് നമ്മൾ ഇത് ഫുള്ള് ഡെക്കോർ ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. പിന്നെ ഫ്രെയിംസിൽ ചെയ്തതാണ്. ഇത് ക്ലേ കൊണ്ട് ചെയ്തതാണ്. ഇത് ഒരു 2 days എടുത്ത് ചെയ്ത ഒരു കഥകളിയുടെ ഒരു പീസാണ്. അത് ക്ലേയിൽ ചെയ്തതാണ്. പിന്നെ അല്ലാഹു അക്ബർ, ഇതൊക്കെ ഞാൻ തന്നെ ഫ്രെയിമിൽ ചെയ്തു വെച്ചതാണ്. പിന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സ്, ഡെക്കോസും ഒക്കെ നമ്മൾ പൊതുവെ വാങ്ങിക്കാറ് ഡേ ടു ഡേ എന്നാണ് കേട്ടോ. ഡേ ടു ഡേ എന്നാണ് ഞാൻ ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ ലൈവ് പ്ലാന്റ്സ് ഞാൻ അധികം വെക്കാറില്ല. കാരണം ഇവിടെ ഒരുപാട് നേരം സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ട് മിക്കവാറുള്ള എല്ലാ ചെടികളും വാടിപ്പോവും. അപ്പം കൂടുതലും മണി പ്ലാന്റ്സ് ആണ് അതിനെ ലൈവ് പ്ലാന്റ്സിൽ ഞാൻ വെക്കാറുള്ളത്. അല്ലാത്ത ഇതൊക്കെ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് തന്നെയാണ്. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ കിച്ചൺ ഉള്ളത്. കിച്ചൺ ഇത്തിരി വലിയ കിച്ചണാണ്. നമുക്ക് കിച്ചൺ കാണാം. ഇതാണ് കിച്ചൺ. കിച്ചണിൽ അങ്ങനെ ഒരുപാട് ഡെക്കോർ ഐറ്റംസ് ഒന്നും ഇല്ല. സാധാ ഒരു അടുക്കള പോലെ. ഈ അടുക്കളയിൽ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് വേണ്ടിയിട്ടുള്ള കബോർഡ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാൻ പറ്റും. കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഈ ഏരിയ ആണ്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. ഇവിടെ എല്ലാ ഫ്ലാറ്റുകൾക്കും നമ്മുടെ ഒരു ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വെക്കാൻ, അതുപോലെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഏരിയാസ് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റ് അല്ല. ഫർണിഷ്ഡ് അല്ല ഇത് എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ്. അപ്പം ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. പിന്നെ ഈ ഏരിയയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കട്ടിംഗ് ബോർഡ്സും പിന്നെ നമ്മുടെ വാട്ടർ ഹീറ്ററിൻ്റെ സ്വിച്ചും വാഷിംഗ് മെഷീൻ്റെ സ്വിച്ചുമാണ് ഉള്ളത്. അപ്പം ഈ ഒരു ഏരിയയിൽ ഞാനിങ്ങനെ ഗ്ലാസസ് ഒക്കെയാണ് കൂടുതലും വെക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വാഷിംഗ് ഏരിയ ആണ്. വാഷിംഗ് ഏരിയയിൽ പിന്നെ ഈ ഒരു ഇത് വെച്ചിട്ടുണ്ട്, പാത്രമൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട്, ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒരു ജനാലയാണ്. അത് പക്ഷേ നമ്മളങ്ങനെ എപ്പോഴും ഓപ്പൺ ചെയ്യത്തില്ല. കുക്ക് ചെയ്യുന്ന സമയത്ത് സ്മെല്ലൊക്കെ വന്നാൽ ഓപ്പൺ ചെയ്യും. കാരണം അങ്ങോട്ട് വ്യൂ ഒന്നും അതിനില്ല. അപ്പുറത്തെ ഫ്ലാറ്റിൻ്റെ ജനലയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതാണ് പിന്നെ നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാഷിംഗ് ടബ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കുറച്ച് പിന്നെ അരിപ്പയും അങ്ങനത്തെ ഇതൊക്കെ ഞാൻ വെക്കുന്ന ഏരിയയാണ്. പിന്നെ ഒരു നമ്മുടെ മിക്സി ഉണ്ട്. പിന്നെ ഒരു എയർ ഫ്രയർ കൂടെ ഉണ്ട്. ഇതാണ് ഇത്ര ഏരിയയിലുള്ളത്. സ്പൂൺ ഇട്ട് വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്.
പിന്നെ ഇത് ഞങ്ങളുടെ കുക്കിംഗ് റേഞ്ചാണ്. ഇപ്പോൾ ഒരു 3-4 വർഷമായി നമ്മൾ ഈ കുക്കിംഗ് റേഞ്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് ബോട്ടിൽ വാട്ടറാണ്. ഇവിടെ എല്ലായിടത്തും ബോട്ടിൽ വാട്ടറാണ് വീട്ടിലുള്ളവർ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറേ ഡ്രോയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക്. നേരത്തെ വീട്ടിൽ അത്രയും സ്റ്റോറേജ് ഇല്ലായിരുന്നു, ചെറിയ അടുക്കളയായിരുന്നു, ഫ്ലാറ്റ് വലുതായിരുന്നെങ്കിലും. അപ്പം ഈ ഒരു വീട്ടിലാണ് നമുക്ക് ഏറ്റവും വലിയ അടുക്കള കിട്ടിയത്. പിന്നെ ഇത് എൻ്റെ ഫ്രിഡ്ജാണ്. അതിൽ കുറച്ച് മാഗ്നറ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയതല്ല, അത് ഒരിടത്ത് പോയപ്പം കളക്ട് ചെയ്തതിൻ്റെയാണ്. പിന്നെ ഇത് നമ്മൾ പഴയ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അത് ഫ്ലാറ്റിലെ അടുക്കള ചെറുതായിരുന്നത് കൊണ്ട് സ്റ്റോറേജ് യൂണിറ്റ്സൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനമാണ്. ഇപ്പം ഞാൻ ഇതിൽ അധികം ഒന്നും അങ്ങനെ വയ്ക്കത്തില്ല. ഈ ഓഫീസിൽ കൊണ്ടുവന്ന ബാഗ്സും ടിഷ്യൂവും പിന്നെ ഇങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സാധനം. ഹാളിൽ നമുക്ക് 2 സോഫയും ഒരു സോഫ ബെഡുമാണ് കേട്ടോ ഉള്ളത്. ഇത് സോഫ നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷമായി. പിന്നെ സോഫ ബെഡ് ഇപ്പോൾ വാങ്ങിയതേ ഉള്ളൂ. ആരെങ്കിലും വരുമ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ ബെഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു എയർ ബെഡ് കൂടെയുണ്ട്. അത് നമ്മൾ കാർപ്പറ്റിൻ്റെ ഇവിടെ ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. പേരൻസോ ഫാമിലിയോ ആരെങ്കിലും വരുമ്പം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സോഫ ബെഡ്. ഇത് ഞങ്ങളുടെ വാക്കിംഗ് പാഡാണ്. ഇവിടെ എല്ലാ ക്ലൈമറ്റിലും എപ്പോഴും ഇറങ്ങി നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വാക്കിംഗ് പാഡാണ് കേട്ടോ. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ നല്ലതായിരിക്കും. നമ്മൾ വാങ്ങിയിട്ടിപ്പോൾ ഒരു 2 വർഷം ആയിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഈ വാക്കിംഗ് പാഡ്. ഇത് ത്രെഡ്മില്ലല്ല, വാക്കിംഗ് പാഡ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഷെൽഫുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ബുക്സ് വായിക്കും. അപ്പം ഞാൻ അതിൻ്റെ ചെറിയൊരു കളക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വാങ്ങുന്ന ചെറിയ സുവനീറുകൾ പോലത്തെ പീസസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വെഡ്ഡിങ് പിക്കാണ്. പിന്നെ ഇവിടെ താഴെ ഇതൊരു ലൈവ് പ്ലാന്റ് അല്ല, ഇത് പ്ലാസ്റ്റിക് പ്ലാന്റ് ആണ്. ലൈവ് പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് ഒരുപാട് നാൾ സർവൈവ് ചെയ്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു മണി പ്ലാന്റ് ആണ്, ഇത് ലൈവ് പ്ലാന്റ് ആണ്. ഇതും ലൈവായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ TV യൂണിറ്റാണ്. ഇതാണ് നമ്മുടെ TV. ഇതിൻ്റെ മുകളിൽ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡെക്കോർ പീസായിട്ട് ഡേ ടു ഡേ വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. ഇത്രയാണ് നമ്മുടെ ഹാളിലുള്ളത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമാണ്. പിന്നെ അതിനോട്ട് അടുത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല ബെഡ്റൂമുമായിട്ട്. എന്നാൽ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ബാത്റൂം. ഹാളിലും തൊട്ടടുത്തായിട്ടാണ് ഒരു കോമൺ ബാത്റൂമാണ് നമുക്കുള്ളത്. ഇതാണ് ഞങ്ങളുടെ വാഷ്റൂം. സാധാ ഒരു വാഷ്റൂം, ബാത്ത് ടബില്ല. ബാക്കി എല്ലാ ഫെസിലിറ്റിയുള്ള ഒരു ആവശ്യത്തിന് വലിപ്പമുള്ള ഇച്ചിരി വലിയൊരു വാഷ്റൂമാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ ഇത് തൊട്ടടുത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം വലിപ്പമുള്ള ബെഡ്റൂമാണ്. കയറി വരുമ്പം ആദ്യമായിട്ട് ഇവിടെ ഉള്ളത് നമ്മുടെ മിറർ യൂണിറ്റാണ്. ഈ മിറർ യൂണിറ്റ് അതായത് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ വെക്കുന്നത് ഈ ഒരു മിറർ യൂണിറ്റിൻ്റെ അടുത്താണ്. പിന്നെ ഇത് നമ്മുടെ സൈക്കിളാണ്. അത് നമ്മൾ പിന്നെ കുറേ വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരിതാണ് ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടെ എൻ്റെ ഒരു ലൈറ്റ് ഉണ്ട്, ക്യാമറയുടെ സ്റ്റാൻഡ്. പിന്നെ ഇതാണ് നമ്മുടെ പിന്നെ ബെഡ്. കിങ് സൈസ് ബെഡാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡാണ്. പിന്നെ അതിൻ്റെ അപ്പുറമായിട്ട് നമ്മുടെ ചെറിയ 2 സൈഡ് ടേബിളുകളുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് വിൻഡോ ആണുള്ളത്. നന്നായിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വിൻഡോ ആണ്. പിന്നെ ആ ഒരു ഏരിയയിൽ നമ്മൾ നിസ്കരിക്കാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചെറിയ സ്പേസാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്നുള്ള പുറത്തോട്ടുള്ള വ്യൂ. അപ്പുറത്തെ ഫ്ലാറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ താഴെ എല്ലാം നമ്മുടെ പാർക്കിംഗ് ഏരിയാസാണ്. ഓരോ റൂമിനും അവർ അലോക്കേറ്റ് ചെയ്ത പാർക്കിങ്ങിൽ മാത്രമേ വണ്ടി ഇടാൻ പറ്റത്തുള്ളൂ. വിസിറ്റേഴ്സിന് പാർക്കിംഗ് ഇല്ല, പുറത്തേ ഇടാൻ പറ്റുള്ളൂ. അപ്പം ഈ അങ്ങേ അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ പാർക്കിംഗ് നേരെ കാണുന്നത്.
പിന്നീട് ഇത് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്ന ഫ്ലാറ്റ്സ് ആണ് കേട്ടോ. എല്ലാ ബിൽഡിങ്ങുകളും ഒരുപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ എല്ലാ ഫ്ലാറ്റുകളും ഒരേ പെയിൻറ്റിങ്ങും ഒരേ വർക്കുമാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പുറത്തുനിന്നുള്ള വ്യൂ. നമ്മൾ വാങ്ങിച്ച ഒരു ഓഫീസ് ചെയറാണ്, വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു ചെയറാണ്. പിന്നെ ഇതാണ് നമ്മുടെ കബോർഡ്. ഇഷ്ടം പോലെ സ്പേസ് ഉള്ളൊരു കബോർഡാണ് കേട്ടോ. നമ്മുടെ എല്ലാ സാധനവും ഇതിൽ കൊള്ളും. പിന്നെ ഇതുപോലെ ഹാങ് ചെയ്യാന്നുള്ള ഏരിയാസ് ഉണ്ടാവും. പിന്നെ അല്ലാത്ത പിന്നെ ഡ്രോയർ ടൈപ്പും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. മുകളിൽ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് നമ്മുടെ പെട്ടികളും അല്ലാത്ത സാധനങ്ങളും വലിയ സാധനങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് മുകളിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ ഇത് നമ്മുടെ എയർ പ്യൂരിഫയർ ആണ്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പം ഈ അലർജിയുള്ള ആളുകൾക്കും ഒരുപാട് ഉപകാരപ്പെടുന്നൊരു സാധനമാണിത്. ഇത് കോവേൻ്റെ എയർ പ്യൂരിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാങ്ങിയിട്ടിപ്പം 1.5 years ആയിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എയർ പ്യൂരിഫയർ ആണ്. പിന്നെ ഇത് അയണിങ് ടേബിൾ ആണ് കേട്ടോ. ഇത് ഫോൾഡബിൾ അല്ല. ഇത് മിക്കവാറുള്ള എല്ലാ ഫ്ലാറ്റിലും ഉള്ള ഒരു നോർമൽ ഒരു ടേബിളാണ് കേട്ടോ. ഇത് ഇത്രയാണ് നമ്മുടെ റൂമിലുള്ളത്. പിന്നെ മുകളിൽ നമ്മുടെ AC-ൻ്റെ വെൻറ്റുമാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇത് നമ്മുടെ ഹാളിൽ നിന്ന് പുറത്തോട്ടാണ് കേട്ടോ, ബെഡ്റൂമിൽ നിന്നല്ല. ഒരു നോർമൽ ബാൽക്കണിയാണ്. ഞാനിവിടെ പ്ലാന്റ്സ് ഒന്നും വെക്കാറില്ല, കാരണം എനിക്കിങ്ങനെ ഒരുപാട് പ്ലാന്റ്സിനെ കെയർ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇത് എന്ത് വെച്ചാലും പെട്ടെന്ന് നശിച്ചു പോകും, കാരണം ഇവിടെ ഒരുപാട് നേരം അങ്ങനെ സൺലൈറ്റ് നിൽക്കാത്തത് കൊണ്ട്. പിന്നെ സാധാ തുണി ഉണക്കാൻ മാത്രമേ ഇവിടെ യൂസ് ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇത്രയാണ് കേട്ടോ എൻ്റെ ഫ്ലാറ്റിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം കേട്ടോ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.